അമ്മ നമുക്കില്ലേ ബത്തേരി പോയാ എന്തിന്? അച്ഛൻ്റെ അടുത്ത് നേരത്തെ ഇറങ്ങാൻ പറ, വെറുതെ ഒന്ന് പോയിട്ട് വരാം. നിന്റെ കാര്യം എന്താന്ന് വിചാരിച്ചു നോക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാ. പോവാം, നോക്കാം പോവാ പറ പ്ലീസ്. എന്റെ പൊന്നോ, അച്ഛനെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ പറയാം. സമ്മതിക്കും, ഞാൻ ചോദിച്ചോളാം. സമ്മതിക്കും, പോവാം. ശരിക്കും? അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. അതെ, ബത്തേരിക്കാണ് പോകുന്നത്. അമ്മ പോവാന്ന് സമ്മതം മൂളിയപ്പോ തന്നെ ഞാൻ പോയി കുളിച്ചു. ഇന്ന് അച്ഛന് പണിയുള്ളതുകൊണ്ട് അച്ഛൻ കമ്പനി പോയിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു വേഗം ഇറങ്ങണം കമ്പനിയിൽ നിന്ന്. അച്ഛൻ എന്നോട് ചോദിച്ചു നേരത്തെ ഇറങ്ങിയിട്ട് എന്തിനാ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോന്ന്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അധികം ഇങ്ങോട്ടൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട, അച്ഛൻ വേഗം ഇറങ്ങിയാൽ മതിയെന്ന്. അപ്പോഴത്തേക്കും അച്ഛൻ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് സൗമ്യ എവിടെയെന്ന്. ഇപ്പൊ സൗമ്യനെ എന്തിനാ അന്വേഷിച്ചെന്ന് മനസ്സിലായോ? ഞാൻ എന്തായാലും പറയില്ല എന്ന് അച്ഛൻ അറിയാം. പിന്നെ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയുമല്ലോ, അതുകൊണ്ട്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ബത്തേരി പോകുന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് നിനക്കെന്താ ഭ്രാന്താണോ പൊന്നു, നിനക്ക് ഒരു ദിവസമെങ്കിലും വീട്ടിൽ അടങ്ങി കുത്തിയിരുന്നോടേയും ചോദിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാത്തത്. അമ്മ പിന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു. അപ്പം പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ നേരെ തിരിച്ചാ പറഞ്ഞത്, എന്നാൽ പിന്നെ പോരി നിങ്ങൾ ചുങ്കത്ത് നിന്നാൽ മതി എന്നാ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ ചുരിദാറും എടുത്തിട്ട് കുറച്ച് സൺസ്ക്രീമും തേച്ച് കൺമശി എഴുതി പൊട്ടും കൂടി തൊട്ടു. ലിബാമും ഉണ്ടായിരുന്നു, അതും കൂടി തേച്ച്. എൻ്റെ നെറ്റിയിൽ ആ കുത്തിട്ട പോലെയുള്ള പൊട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലമൊക്കെ പ്ലേ ഗ്രൗണ്ട് പോലെ വിശാലമായി കിടക്കുകയാണ്. എന്തായാലും അത്രയും സ്ഥലം ഇനി വിശാലമായി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചന്ദനവും കൂടി തൊട്ട് കൊടുത്തു. അമ്മ നെറ്റിയിൽ തൊടുന്ന കുങ്കുമവും കൂടി അവിടെ കണ്ടപ്പോൾ ഞാൻ ഈ ചന്ദനത്തിന്റെ പൊക്കത്ത് കൂടി കുങ്കുമം ഒന്ന് തൊടിയിച്ചു കൊടുത്തു. ഞാൻ ചന്ദനത്തിന്റെ മേൽ കൂടെ കുങ്കുമം തൊടുന്നത് ഒന്നില്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും, അതായത് അവിടുത്തെ പ്രസാദം കിട്ടൂലേ അപ്പോഴായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴായിരിക്കും. ഞാൻ വീട്ടിൽ കമ്മലിടാറില്ല, അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴേ ഞാൻ കമ്മലിടാറുള്ളൂ. അപ്പോൾ ഞാൻ കമ്മലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് എന്നെ കാണാൻ ഇപ്പോൾ സുന്ദരി ആയിട്ടില്ലേയും ചോദിച്ചു. അപ്പം അമ്മ പറയുകയാണ് നീ എത്രയൊക്കെ ഒരുങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്ന്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മയ്ക്ക് മതിയാവാഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറയാം, എൻ്റെ മുഖം പല്ലിമുട്ട പോലെയാണെന്ന്. ഇനി ഒന്നും കേൾക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു ഷാൾ ഇടണമെന്ന്. അപ്പം അമ്മ പറഞ്ഞു വേണ്ടെന്ന്. പിന്നെ ഞങ്ങൾ വാതിലും പൂട്ടി അങ്ങ് ഇറങ്ങി. അല്ലെങ്കിൽ അമ്മ പറഞ്ഞതിൽ ഏകദേശം സത്യമുണ്ട്, എൻ്റെ മുഖം പല്ലിമുട്ട പോലെയാണെന്ന് എനിക്കും തോന്നി തുടങ്ങി. ഈ തോന്നലും കൊണ്ട് ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്താലും ഇതിനേക്കാളും നല്ലൊരു മുഖം എനിക്ക് കിട്ടുമോ? അതൊക്കെ പോട്ടെ, അച്ഛൻ വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൽ കുറച്ചേരം ഞങ്ങൾ പോസ്റ്റായി. അതിനുശേഷം ഞങ്ങൾ ഡേമാർട്ടിൽ പോയി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടുത്തെ എൻ്റെ അവസ്ഥ സെയിം ആയിരുന്നു, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഞാൻ മാത്രമായിരുന്നു അവിടെ പോസ്റ്റ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്ക് ഉള്ളിവടയും കാപ്പിയും വേണമെന്ന്. അച്ഛൻ എനിക്ക് വാങ്ങി തന്നു. ഞങ്ങൾ ഇത്രയാണ് കേട്ടോ ഡേമാർട്ടിൽ നിന്ന് വാങ്ങിയത്. എനിക്ക് ഈ ഉള്ളിവടയും കാപ്പിയും ചോദിച്ചപ്പോൾ തന്നെ വാങ്ങിത്തരാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോകാമെന്ന്. ഞാനൊരു ജോലിക്ക് പോകുന്നത് സ്വപ്നം കണ്ട് നടക്കുകയാണ് അമ്മയും അച്ഛനും. എപ്പോഴും എൻ്റെ പഠിത്തത്തിനെ കുറിച്ചും ജോലിനെ കുറിച്ചാണ് സംസാരം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.